ഗൈസേ, ഷാജിദ ഷാജിയും ഉമ്മയും തമ്മിലടിക്കാനുള്ള കാരണം എന്തത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കായിരുന്നേ. അപ്പോൾ സംഗതി ഇതെന്തോടത് ഇപ്പോൾ കളറായില്ലേ. ഷാജിദ ഷാജിയും ഉമ്മയും തമ്മിലടിക്കാനുള്ള കാരണം എന്നിട്ടൊരു വീഡിയോ ഷാജിദ ഷാജീനെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. ഒരുത്തി 2 മണിക്കൂർ മുമ്പ് എന്നുള്ളൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. ഇത് എന്ത് എങ്ങനെ ഇരുട്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ പോവുകയാണ് ഗൈസ്. ഒന്ന് നോട്ടിഫിക്കേഷൻ ആ സംഭവമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, എനിക്കിന്ന് ആദ്യം തോന്നിയത് ഷാജിദ ഷാജിയും രേണുസുധിയുടെയും ഒക്കെ ഇൻ്റർവ്യൂസ് കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഷാജിദ ഷാജിയുടെ ഇനി കുറച്ച് ദിവസം കാര്യമായിട്ടുണ്ടായിരിക്കും തോന്നണം. ഇവർ ബിഗ് ബോസിൻ്റെ ടൈമിൽ ഓഗസ്റ്റിൽ ബിഗ് ബോസ് ഇറങ്ങണേ. അപ്പോൾ രേണുസുധിയും അതേപോലെ ഷാജിദ ഷാജിയൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇവർ രണ്ടുപേരുണ്ടാവുന്നു. എനിക്കും അങ്ങനെ ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഷാജിദ ഷാജി ബിഗ് ബോസിൽ വരുമ്പോഴുള്ള എൻ്റെ ഒരു ആൾക്കാർ അത് എങ്ങനെ നെഗറ്റീവായിട്ട് എടുത്താലും വേണ്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവർ ഈ നാട്ടിൻപുറത്ത് പത്തിരിപ്പാല, ഞങ്ങളൊരേ ജില്ലയാണ് പാലക്കാട്. പത്തിരിപ്പാല മണ്ണാർക്കാട് ഈ പരിസരത്ത് ഒതുങ്ങി ജീവിക്കേണ്ട അവരല്ല. അവർ കുറച്ച് ലോകം കാണട്ടെ, ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു നെഗറ്റീവ് ഇമേജ് മാറിയിട്ടുണ്ടെങ്കിലോ. കാരണം എന്താ വെച്ചാൽ അവർ ഇപ്പോൾ ഓരോരുത്തരുടെ എഡ്യൂക്കേഷനും അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും വെച്ചാണ് ഓരോരുത്തരും പെരുമാറുക, പ്രതികരിക്കുകയൊക്കെ ചെയ്യുക അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർക്ക് അങ്ങനെയുള്ള ഒരു നോളജ് കിട്ടാത്തതുകൊണ്ടോ എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നതുകൊണ്ടാണെങ്കിലും അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പോൾ നമ്മുടെ ജെട്ടി ഡാൻസ് പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയില്ല, അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവില്ല. നമ്മൾ ആ കാരണത്തെ കൂടി മനസ്സിലാക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. കാരണം ഇനി അവർ ആവർത്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് അങ്ങനെ വരണമല്ലോ. ഇനി അവരത് ആവർത്തിക്കരുതില്ലേ. കുട്ടിയുടെ മുന്നിൽ വെച്ച് തെറി വിളിക്കുകയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അതിൽ ഒരു കാര്യം അവർ പറയുന്നത്, ഉമ്മച്ചി അതായത് ഷാജിദയുടെ അമ്മ ഉമ്മച്ചി മദ്രസയിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ ആ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അവർ എന്താ ആ നാട്ടിലെ ചെറിയ പണികൾക്കൊക്കെ അല്ലേ, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു കുഞ്ഞു ജീവിതമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ 5 മക്കളുള്ള മകൾ അല്ലേ, 5 മക്കളുള്ള മകൾ വിധവ അല്ലേ, ഭർത്താവ് മരിച്ച ഒരവസ്ഥയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സദാചാര സമൂഹത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലേ. പിന്നെ കാശും കുറവാണെങ്കിലുള്ള നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാശും കുറവുണ്ടെങ്കിൽ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, ചെറിയ വീട് ഒക്കെ അല്ലേ. അപ്പോൾ അതിന് ഇവർ പറയുന്നുണ്ട്, ഷാജിദ ഷാജി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. യൂട്യൂബ് ചാനലിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പല വ്ളോഗേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീഡിയോസ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. 5 മക്കളെ നോക്കി വളർത്താൻ കഷ്ടപ്പെടുന്ന ഉമ്മച്ചി എന്നുള്ള ലെവലിൽ. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടുകയും പിന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവർ വീഡിയോസിൽ ഇവർ കാണിക്കുന്ന ഒരു രീതികളൊക്കെ മാറി തുടങ്ങി. അതായത് പലരും ഇവർ അഹങ്കാരം കാണിക്കണം. എനിക്കിങ്ങനെ അഹങ്കാരം അങ്ങനെ അല്ല, ഒരാൾ അഹങ്കാരം കാണിക്കണോ, അഹങ്കാരം ഇല്ലായ്മ കാണിക്കണം, ഞാൻ അങ്ങനെയല്ല ഒരു കാര്യത്തെ നോക്കൽ. അവരുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ പെരുമാറുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ ചെയ്യുകയാണെങ്കിൽ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിക്കുന്ന സാധനം കുട്ടികളുടെ മുന്നിൽ വെച്ച് തെറി വിളിക്കുക, കുട്ടികളെയും കൊണ്ട് തല്ലും എന്ന് പറയുക, കുട്ടികളെ ഗുണ്ടകളായിട്ട് വളർത്തുമെന്ന് പറയുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഉമ്മച്ചേരി ജെട്ടി ഡാൻസ് ഇടുക എന്ന കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊരു വിവരമില്ലായ്മ കൊണ്ടും നിയമത്തിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഉമ്മച്ചീനെ കുറിച്ച് വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് ഒരുപാട് വിഷമമായിട്ടോ. അതിൽ 1-2 കാര്യങ്ങൾ പറയാം. ഇതിൽ ഉമ്മച്ചിയും ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ മറ്റേ പണിക്കാണ് മറ്റേ എങ്ങായി വന്നിട്ടുണ്ടെന്നൊക്കെ പറയത്രേ. അതായത് ഒരു കാര്യം വെച്ചാൽ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുകൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ അത് ഷാജിദ ഷാജി അവതരിപ്പിക്കുന്ന ഒരു രീതി കൂടി നോക്കട്ടോ. അതായത് അവർ പറയുന്നത് ആ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുതരാൻ വേണ്ടി ഡെലിവറി ബോയ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ പരിപാടിക്കാണ് വന്ന് ആണുങ്ങളെ വിളിച്ച് കൂട്ടണമെന്നൊക്കെ. എനിക്ക് എന്താ ഉമ്മച്ചിക്ക് ആ ഒരു ധാരണ ഉണ്ടായിരിക്കുള്ളൂ. അവർ അങ്ങനെ കണ്ട ലൈഫ് അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു സ്ഥലത്ത് വേണ്ട ശരിയാവില്ല, വേണ്ട അതവിടെ നിൽക്കട്ടെ, ഷാജിദ ഷാജിയിലേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെ ഇവർ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 5 കുട്ടികളുണ്ട് പറഞ്ഞില്ല, ഇവർ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രൈവസി വേണം. സംഗതി ശരിയാണ്, അവനവൻ്റെ ഒരു സമയം വേണമല്ലോ നമുക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഇവർ വേറൊരു ജോലിയൊന്നും ഷാജിദ ഷാജി ചെയ്യുന്നില്ലല്ലോ, തുടക്കത്തിലുണ്ടായില്ല. ഇപ്പോഴാണ് ചെറുതല്ല ബിസിനസ്സും ഒക്കെ തുടങ്ങിയത് അല്ലേ. കമ്മലോ എന്തൊക്കെ ക്രീമും എന്തൊക്കെ വരില്ല, അതൊക്കെ വിവാദമായി, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്
വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ രാത്രി 10 മണിയായിട്ട് തന്നെ കഥകിൽ ഒന്നിങ്ങനെ തട്ടുത്ര, അതായത് ഇവളെന്തോ വേറെന്തോ പരിപാടിയാണ്, ആണുങ്ങളെത്ത് സൊള്ളുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടായിരിക്കുമല്ലോ. പിന്നെ ചെറിയൊരു വീടുമാണ്, നമുക്കറിയാവുന്നതാണ്. കുറച്ച് വലിയൊരു വീടാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ വീട് വെക്കണം എല്ലാവരും നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ചെറിയ വീട് സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യമല്ലേക്ക്, ഈ 5 മക്കളും 2 പെണ്ണുങ്ങളും ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൈവസി കിട്ടിയില്ലെങ്കിൽ നമുക്കിപ്പോൾ സങ്കടം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരെ കാര്യം തന്നെ പോയിക്കുക പലരും സ്ലഡ് ഷെയിം ചെയ്യും ഒക്കെ ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെയാണ് മോശക്കാരിയാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായില്ലേ. ഈ സമൂഹത്തിൽ വെറുതെ ഇരിക്കണ ഒരുത്തിന് തന്നെ അതും ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു മനുഷ്യന് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയോ ഒന്ന് കരയാനോ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈകാരികം ഇപ്പോൾ കരയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടേണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇതൊരു തെറാപ്പിയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയോ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നൊന്ന് ചിന്തിക്കുകയോ ഒരാളുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു സമാധാനം കിട്ടേണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഊഹിക്കാവുന്നേ ഇതുള്ളൂ. അപ്പോൾ ഈ 5 കുട്ടികളെയും വെച്ചിട്ട് ഉമ്മച്ചിട്ടും കൂടെ അവരിങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന വൈകാരികമായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് പറയണ്ട എന്ന് വെച്ചിട്ട് ഇപ്പോൾ കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റും, ഉമ്മച്ചീനെ മാറ്റി നിർത്താൻ അങ്ങനെ അതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൈവസി കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. എന്ത് കഷ്ടം ഇങ്ങനെ. അപ്പോൾ അതൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ ഉമ്മച്ചിക്കന്നെ വിശ്വാസമില്ലാത്ത പോലെ, മകളെ വിശ്വാസമില്ലാത്ത പോലെ, അവൾ മറ്റേ പരിപാടിയായിട്ട് ഇറങ്ങിയിറക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലുള്ള വീട്ടിൽ നിന്ന് തന്നെ സ്ലഡ് ഷെയിം ചെയ്യണമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരെന്നെ ഇങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമായിരിക്കും. നമുക്ക് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും അത് ആണോ പെണ്ണ് ആരായിക്കോട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വൈകാരികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലോ വീണ്ടും ഇതുപോലെയൊക്കെ കേൾക്കണമെങ്കിൽ ഭയങ്കര വിഷയമായിരിക്കില്ലേ. ഇപ്പോൾ അതിലും മറ്റേ അയൽക്കൂട്ടം പണിയല്ല, എന്തായാലും പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ എന്താ പറയുക, ആ ഉമ്മച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടില്ല. ഈ 5 മകളെയും നോക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ചിലവുകളും ഒക്കെ ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും ഇപ്പോൾ ചിട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ, വീട്ടിലേക്കുള്ള അരി സാധനങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് നോക്കുക. അതൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിൽ ആ മകളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചീത്ത പറയുന്ന സമയത്ത് ഉമ്മച്ചിരി നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവരൊരു ഇത് വെച്ചിട്ട് നമുക്ക് പഴയ ആളുകളല്ലേ ഊഹിക്കാവുന്നതാണ്, നമ്മളല്ല ഉമ്മച്ചിയൊക്കെ. അപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ അവർക്ക് ഒരുപാട് കാശ് കിട്ടി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് അതിനനുസരിച്ച് അവർ ലൈഫ് സ്റ്റൈൽ മാറും. കാശ് കൂടുതൽ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒരുപാട് കമൻറ്റുകൾ വരും. പല ആളുകളും നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും, സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഒരു പെണ്ണാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആവണമെങ്കിൽ പല വർത്തമാനങ്ങളും വരും. റിയാക്ഷൻ ചാനലിലുള്ള ആളുകൾ തന്നെ പലതും അതൊന്നും പറയും. അപ്പോൾ ഇവർക്കിത് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള ഒരു അതിനെക്കുറിച്ചൊരു, കാരണം ഇവരുടെ ലൈഫിൽ അതൊരു പുതിയ സംഗതി ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക്, അത്ര എക്സ്പോഷറുള്ള ഒരാൾക്ക്, എത്ര പ്രൈവസി ഇല്ലാത്ത ഒരാൾക്ക് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ലൈഫിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും അനുഭവിക്കേണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അവരിടപെടുന്ന രീതിയും ഒക്കെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്ന പോയിൻ്റ് അപ്പുറത്ത് വണ്ടികളിങ്ങനെ തലങ്ങും വലങ്ങും പോയോണ്ടിരിക്കട്ടോ. ഇതുണ്ടോ സംഗതി ഉണ്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഷാജി ബിഗ് ബോസിലെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിയുടെ കൂടെ രേണുസുധി ഉണ്ടാവും അല്ലേ. രേണുസുധി ഷാഹിദ ഷാജി എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കും പാവം തോന്നുന്നുണ്ട് കേട്ടോ. ഷാജി അതായത് ഇവരിങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു കാരണം എന്തായാലും, സാഹചര്യം എന്തായാലും. കാരണം നമുക്ക് ഊഹിക്കാവുന്നതാണ്, നമ്മളൊരു കുഞ്ഞ് വീട്ടിൽ നിന്ന് വളർന്നു വന്നതാണ്. കുഞ്ഞ് വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുഞ്ഞ് ലോകമായിരിക്കും പലപ്പോഴും അവരുടെ. അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ മരണം നടക്കുകയും അതേപോലെ ഒരു പ്രൈവസി കിട്ടാത്ത അവസ്ഥയിൽ ഇവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്ന, വിദ്യാഭ്യാസം കുറവാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇരിക്കണം പലപ്പോഴും പലരും ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ന്യൂക്ലിയർ ഫാമിലിയിലേക്കൊക്കെ പോകുന്നു. പക്ഷേ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ കുടുംബവഴക്കുള്ള വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് ഒരു പ്രൈവസി കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 3 റൂം ഒരു വീട്ടിലുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ, അതിലിപ്പോൾ ഒരു 2 പേരും, ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളാണ് വീട്ടിലുള്ളത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് വന്ന് അമ്മയുണ്ട് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു എനിക്ക് വന്ന് ഒരു 3 റൂമെങ്കിലും ഉണ്ടെങ്കിലേ സംഗതി അടിപൊളിയായിരിക്കും തോന്നുന്നു. ഞാൻ റൂമില്ലാത്തവരെ മോശമായിട്ട് ചിത്രീകരിക്കണതല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വിചാരിക്കുക, അവർ തമ്മിൽ എത്രത്തോളം കമ്പനിയാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് അവൻ്റേതായ രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുള്ളൊരു കാര്യമായിരുന്നു, ഒരു വീട് വെക്കുകയാണെങ്കിൽ 3 റൂം അതിൽ വേണമെന്ന് വെച്ചാൽ
ഇപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് തന്നെ ഒരു റൂം എക്സ്ട്രാ. അതേപോലെ നമ്മളിപ്പോൾ വളരെ ഇപ്പോൾ ഒരു 3 പേരായാലുള്ള വിചാരിക്കുക, അല്ലെങ്കിൽ 4 പേരുള്ളത്, അച്ഛനും അമ്മയും ഇപ്പോൾ ഭാര്യയും ഭർത്താവ്, ഞാനും എൻ്റെ കെട്ടിയോളാണുള്ളത് വിചാരിക്കാം. ഒരു 3 റൂമുണ്ടെങ്കിൽ ഇപ്പോൾ 2 റൂമിൽ നമ്മുടെ പാരൻസ്, ഒരു റൂമിൽ നമ്മുടെ പാരൻസും, അതേപോലെ ഒരു റൂമിൽ ഇപ്പോൾ ഞാനും എൻ്റെ പെണ്ണും കൂടിയാണ് വിചാരിക്കുക. ഒരു റൂം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ അത് ആൾക്കാർക്ക് ആരെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനോ എന്തെങ്കിലും തോന്നുമ്പോൾ നമുക്കൊരു പ്രൈവസി വേണ്ടേ, ഒരു റൂം അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നമുക്കിപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും നമുക്ക് ഈ കമ്പനിയായിട്ട് അടുത്തടുത്ത് ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിലേ കത്ര വിടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടല്ലേ പലരും വീട് മാറി താമസിക്കുക ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എന്നാൽ കമ്പനി ഉണ്ടായിരിക്കും, എന്നാൽ തൊട്ടപ്പുറത്ത് ഓടിയെത്താവുന്ന ഒരു ദൂരമായിരിക്കും അല്ലേ. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും നെഗറ്റീവായി തോന്നുന്നുണ്ടായിരുന്നു, പക്ഷേ ചുമ്മാ ഒന്ന് ആലോചിച്ചോ, നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചെറിയ വീടുകളിൽ താമസിക്കുമ്പോൾ കാശില്ലാത്തൊരവസ്ഥയിലും ഒരു സദാചാര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുമ്പോഴും ഒക്കെ ഉള്ള അവസ്ഥ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് തോന്നുന്നു ഷാജിദയുടെ വീട്ടിൽ ജീവിതത്തിൽ. അതേപോലെ തന്നെ അവർ ഇപ്പോൾ മറ്റേ വെച്ചിട്ടുണ്ടോ വിട്ട് പറഞ്ഞിട്ട് ഷാജിയുടെ ആ ഉമ്മച്ചി ഇങ്ങനെ തുള്ളണ ഒരു സംഗതി. അപ്പോൾ ഷാജി അവർ തമ്മിലുണ്ടാകുന്ന ഒരു കച്ചറ, ഇത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ ആലോചിക്കുക. ഞാനൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് എന്താ പറയുക, അച്ഛനൊക്കെ വെള്ളം അടിച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ലോജിക്കില്ലാണ്ട് പലതും വിളിച്ച് പറയുകയും ചെയ്തിരുന്ന ഒരു അങ്ങനെ ഒരു അന്തരീക്ഷം എന്ന് വരുന്നത്. അന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ക്രൂരനാണ്, ദുഷ്ടനാണ് എന്നല്ലട്ടോ പറഞ്ഞു വരുന്നത്. കാരണം എൻ്റെ അച്ഛൻ പഴയ 4ാം ക്ലാസ്സാണ്. അപ്പോൾ മൂപ്പരുടെ ഒരു ലോജിക്ക് പറഞ്ഞ വേറെ, വിദ്യാഭ്യാസത്തിനൊന്നും ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. എന്ന് വെച്ചാൽ ആൾ മോശം എന്നല്ല, കാരണം അവർ വളർന്നതും തിരിച്ചങ്ങനെയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇവരൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ്, പണിക്കുണ്ടാവും ചെറിയ പ്രായത്തിൽ, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും വീട്ടിൽ. മൂപ്പര് ഫ്രസ്ട്രേഷൻ അങ്ങനെ തീർക്കുക. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു, നല്ല മാർക്കുണ്ടായിരുന്നു, നന്നായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ വേടം പറഞ്ഞവർ DNA കാര്യമല്ല ഇവിടുത്തെ സംബന്ധിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ അവർക്ക് അത്ര പഠിക്കാൻ പറ്റില്ല, അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തോ അവർക്ക് അത്ര പ്രാധാന്യമില്ലായിരുന്നു വിദ്യാഭ്യാസം. അപ്പോൾ മക്കളോടും ഈ ഒരു സാധനം പലപ്പോഴും അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവില്ല പഠിക്കാൻ, അതേപോലെ ബാഗ് ഉണ്ടാവില്ല, 5 രൂപയുടെ കവറിലൊക്കെയാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നോട്ട്ബുക്കൊന്നും വാങ്ങാൻ പൈസ ഇല്ലാണ്ട്, ഡ്രസ്സ് വേണ്ട രീതിയിൽ വാങ്ങാൻ പൈസ ഇല്ലാണ്ട്, ഡ്രസ്സില്ലാണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു സംഗതി, ഷാജി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആ ചെറിയ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് വീടും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയാനല്ല വീഡിയോ പറഞ്ഞു വന്ന്, ഷാജിയുടെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പ്രായമല്ല, ഒരു അമ്മായി ഉണ്ട്, ചെറുപ്പത്തിൽ നമ്മളെ നോക്കിയതൊക്കെ അമ്മായിയൊക്കെയാണ്, അമ്മായിയുടെ വീട്ടിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അമ്മായിക്ക് നല്ല സ്നേഹമാണ് നമ്മളെടുത്ത്, അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ പറയും, നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നിട്ട് എന്തോടാ കാര്യമുള്ളത്, ഗുണമുള്ളത്, അങ്ങനെയൊക്കെ പറയും. അതേപോലെ വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ നാട്ടിൽ പറയും. അതുപോലെ കുറേ നെഗറ്റീവ് ജന്തുക്കളുണ്ടാവില്ലേ, വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ അവർക്ക് നമ്മൾ നന്നാവണതൊന്നും അവർക്ക് തീരെ പിടിക്കണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുടെ വർത്തമാനം കേട്ടിട്ട് ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ അടുത്ത് തീർക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുക, അങ്ങനെ കുറേ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷാജി ഇത് ഈ 5 കുട്ടികളെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു പക്ഷേ കേട്ടോണ്ടിരിക്കണ്ടായിരിക്കാം. ഞാൻ ഉമ്മച്ചീനെ കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ വണ്ടികൾ ഇങ്ങനെ വന്നും പോയോണ്ടേ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സംഗതി, എൻ്റെ കൺസേൺസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ പോയിൻ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഷാജി എന്തായാലും ബിഗ് ബോസിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവരുടെ ലൈഫിൽ അവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ ആദ്യം കുറച്ച് വിശാലമായിട്ടുള്ള ഒരു വീട്ടിൽ ഒരു 2 മുറിയെങ്കിലുള്ള ഒരു വീട്ടിൽ, 2-3 മുറിയുള്ളൊരു വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ, ചെറിയൊരു പൂന്തോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതായത് അവിടേക്ക് പോയി ഇരിക്കാമല്ലോ, അവർക്ക് വീഡിയോ ചെയ്യാനോ ആളുകളോട് സംസാരിക്കാനോ ഒക്കെ പറ്റുന്നൊരവസ്ഥയിൽ അവർ എത്തുകയാണെങ്കിൽ ലൈഫിൽ വലിയ മാറ്റം വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തുക്കളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. അല്ലാണ്ട് ഫുള്ളി സോഷ്യൽ മീഡിയയിലെ ഈ നെഗറ്റീവും ഇതിനൊന്നും ഒരു കാര്യമില്ല. പച്ച തെറി വിളിക്കുന്ന ടീംസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോന് താഴെ വന്നിട്ട് നല്ല തെറി വിളിക്കുന്ന ടീംസ് ഉണ്ട്. ഇപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളുണ്ട്. നിൻ്റെ തലക്ക് എന്താ ഓളാണോ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞ പോയിൻ്റ് അല്ല അവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഞാനൊരു ഇൻട്രോവേർട്ടായി ഷൈ ആയ ഒരാളാണ്. അപ്പോൾ നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്നിട്ട് അങ്ങനെ പച്ച തെറി വിളിക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ തന്നെ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ വളരെ അൺകംഫർട്ടബിളാണ്, വളരെ പേടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ്. പിന്നെ എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമില്ല. പലപ്പോഴും പറയുന്നത് തെറ്റായിരിക്കും, മോശമായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിന് വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്.
അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മളെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളും പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളും നമ്മുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കണവരും നമ്മളെ ഇടിച്ച് താഴ്ത്തണവരും ഒക്കെ സമൂഹത്തിലുണ്ടാവും. അപ്പോൾ ഷാജി എനിക്ക് തോന്നുന്നത് അവരവരെ പോസിറ്റീവ് പറഞ്ഞ് മനസ്സിലാക്കി എവിടെ നിയന്ത്രിക്കണം, എവിടെ ഉഷാറാക്കണം എന്നൊക്കെ. നിയന്ത്രിക്കുക പറഞ്ഞാൽ ഞാൻ സദാചാരം വെച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. ഈ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഒരു നിയന്ത്രണം വേണമല്ലോ, നിയമവിരുദ്ധമായി ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതായത് കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്, കുട്ടികളുടെ മുന്നിൽ തെറി വിളിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി തോന്നുന്നു. അപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ഒരു മാനേജർ ഉണ്ട്, എനിക്ക് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആലോചിക്കണത്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഒരു വ്ളോഗർ മാനേജർ ഉണ്ട്, വലിയ സംഭവമാണ്. ആയിക്കോട്ടെ, വലിയ സംഭവം തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി അവർ ലൈവിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ലൈവിലൊക്കെ ഇത്രയും ആളുകൾ കയറി വരുന്നത് തോന്നണം. കാരണം റിയാക്ഷൻ ചാനലുകൾക്കൊക്കെ പുതിയ കണ്ടൻറ്റും ഒക്കെ പോലെ. അപ്പോൾ എനിക്ക് വന്ന് അവരെ ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന അവരെ വെൽവിഷേഴ്സായ 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരുപാട് മാറ്റം വരും തോന്നണം. അപ്പോൾ എനിക്ക് ഷാജി വീഡിയോ കാണുന്ന ഷാജിൻ്റെ പറയുന്ന കാര്യം, താത്ത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ക്രൂരമായൊരു സമൂഹമാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു എന്താ പറയുക, ഒന്ന് പറ്റുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. അപ്പോൾ എല്ലാവർക്കും പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിപ്രഷൻ അനുഭവിക്കുക വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സൈക്കോളജിസ്റ്റ് കാണുന്നത് പ്രാന്ത് കൊണ്ടൊന്നല്ല, അങ്ങനെ വിചാരിക്കരുത്. അതായത് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും അതേപോലെ നമ്മുടെ വൈകാരിക കാര്യം സങ്കടമോ ദേഷ്യമൊന്നും എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ ഫുള്ള് നെഗറ്റീവായിട്ടാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്നൊക്കെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് പലരും ചെയ്യണതാണ്. ഓൺലൈൻ തെറാപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച് അവരോട് സംസാരിച്ച് നമുക്ക് ഒരുപാട് ഒരു സമാധാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് തോന്നണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോയി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളൊരു പോരാടാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങളൊരു പോരാളി തന്നെയാണ്. അതേപോലെ തന്നെ ഉമ്മച്ചീനെ ഇടയ്ക്ക് അവർക്കിപ്പോൾ കുറച്ച് കാശ് കൊടുത്ത് അവരോടായിട്ട് നിങ്ങൾക്ക് അത്ര ഉണ്ടാക്കാണ്ടിരിക്കുക. ഇടയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, ഉമ്മച്ചീനെ പോയി കാണുക. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ വയലൻസൊക്കെ ആവും, അത് കച്ചറയൊന്നും തോന്നുകയാണെങ്കിൽ മാത്രം മാറി താമസിക്കുക. അല്ലെങ്കിൽ ഉമ്മച്ചീനെയും കൂടെ കൂട്ടുക. ഉമ്മച്ചീനെ പണിക്കൊന്നും വിടാണ്ടിരിക്കുക, അത്രയും വയസ്സായില്ലേ ഇപ്പോൾ പാവം. അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരില്ല ആരെത്തെങ്കിലൊക്കെ ഇടയ്ക്ക് ഒന്ന് നോക്കാനോ, അല്ലെങ്കിൽ അവരുടെ കൂടെ മാറി താമസിക്കാമല്ലോ. ഒരാളുടെ കൂടെ 1 മാസമാണെങ്കിൽ മറ്റാളുടെ കൂടെ 2ാമത്തെ മാസം, അങ്ങനെ മാറി. അത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് പ്രാക്ടിക്കലായി തോന്നുന്നത്. അങ്ങനെ ഈ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഉമ്മച്ചീനെ ഒഴിവാക്കി അവൾക്ക് കാശ് കിട്ടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ലൈഫ്, സമാധാനം, വയലൻസ് ഇല്ലാണ്ട് ജീവിക്കുക എന്നൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം, നല്ല സമാധാനത്തോടെ ജീവിക്കണം എന്നല്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സംഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഷാജി ബിഗ് ബോസിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.